ശ്രീ സിബി സത്യൻ, ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ് വിജയ് ലക്ഷ്യമിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു നിർണായക ശക്തിയാകും എന്ന് വിലയിരുത്തിയെടുത്തു നിന്ന് ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു വിജയുടെ ഗ്രാഫ്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണോ വിജയ് ഇപ്പോൾ നടത്തുന്നത്? വെറും ഒരു PR വർക്ക് മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ വിലയിരുത്തപ്പെട്ടു ഈ ദുരന്ത മുഖത്ത് വിജയ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ. ഒരു പ്രതികരണത്തിന് 2 ദിവസം എടുത്തു, ഒരു വീഡിയോ പുറത്തിറക്കാൻ 4 ദിവസം എടുത്തു. ഇതിപ്പോൾ 9 ദിവസം എടുത്താണ് ആ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഡാമേജ് മായ്ച്ച് തിരിച്ചുവരവ് വിജയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? എവറി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മുൻകാലത്ത് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഗംഭീരമായ ക്രൈസിസ് ആണ്, ഗംഭീരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് വിജയിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന, വളരെ സിനിമാറ്റിക് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ ഒരു കൃത്യമായി തിരക്കഥയിലൂടെ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് വന്നെത്തിയിരിക്കുകയാണ്. ഈ ട്വിസ്റ്റ് വളരെ സിനിമാറ്റിക് തന്നെയാണ്. അപ്പൊ ഈ ട്വിസ്റ്റിനെ ഏത് രീതിയിൽ, ഒന്നുകിൽ നായകൻ വീഴുമോ അതോ നായകൻ വാഴുമോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. 41 മനുഷ്യരാണ് മരിച്ചുപോയത്. അത് നിസ്സാര കാര്യമല്ല. പക്ഷെ ഈ 41 മനുഷ്യർ മരിച്ചത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. ഈ 41 മനുഷ്യർ മരിക്കാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ഹീറോയെ, വെള്ളിത്തിരയിലെ ഒരു ഹീറോയെ ഒരു വലിയ ഫാൻ ഫോളോവേഴ്സ്, അതായത് അനിയന്ത്രിതമായ വൈകാരികതയുള്ള ഫാൻ ഫോളോവേഴ്സ് കാണാൻ തിങ്ങിക്കൂടി മണിക്കൂറുകൾ കാത്തിരുന്ന് അതിനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഈ ആൾക്കാരെ, സാധാരണഗതിയിൽ പല പൊളിറ്റിക്കൽ പാർട്ടികളുടെയും പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ ലോറിയിൽ കൊണ്ടുവന്ന് ബിരിയാണി വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്ന്, അല്ലെ പണം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്ന് ഗ്രൗണ്ടുകൾ നിറയ്ക്കുന്ന കാഴ്ചയിൽ നിന്ന് വിഭിന്നമായിട്ട് വിജയിന്റെ അതിശക്തമായ എന്താ പറയുന്ന ഫാൻ യൂണിറ്റുകൾ എല്ലാ മുക്കിലും മൂലയിലും തമിഴ്നാട്ടിലുണ്ട്. ആ മുക്കിലും മൂലയിലുമുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ, മധ്യവയസ്കർ, ഗർഭിണികൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള വൃദ്ധർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. ഇവരെല്ലാം വന്നത് വെള്ളിത്തിരയിലെ നായകനായ വിജയനെ കാണാനാണ്. അപ്പൊ അതിനുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് ഇത്രയും പേർ മരിച്ചത്. അപ്പൊ ചുരുക്കത്തില് കുറച്ചു കാലം കഴിയുമ്പോൾ TVKയുടെ രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ അതിനകത്ത് തിളങ്ങുന്ന ഒരു അധ്യായമായിരിക്കും ഈ 41 പേരുടെ മരണം എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്ത് കറുത്ത അധ്യായമായിട്ട് അവശേഷിക്കില്ല. കാരണം ഒരു നേതാവിനെ കാണാൻ ഒരു ജനത കൂടി നിന്ന് അതിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച ധീരേതിഹാസ കഥയായിട്ട് എഴുതപ്പെടാനായിരിക്കും ഇതിന് യോഗം എന്നുള്ളത്. കാരണം അങ്ങനെയാണ് ഭാവിയിൽ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളും ജീവചരിത്രം എഴുതുന്നവരും പാർട്ടിയുടെ ചരിത്രം എഴുതുന്നവരും ഒക്കെ എഴുതാൻ പോകുന്നത്. അങ്ങനെ ഈ 41 പേർ എന്ന് പറയുന്ന ഒരു കറുത്ത ചരിത്രം ഒരിക്കലും ആവില്ല. അങ്ങനെയാണ് ചരിത്രങ്ങൾ എഴുതപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലെ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വിജയനെ സംബന്ധിച്ചിടത്തോളം. വിജയ്ക്ക് ഗ്രാഫ് താഴ്ന്നു പോയി നമ്മൾ കരുതുന്നു. സ്വാഭാവികമായിട്ട് ഒരു ദുരന്തം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് തന്നെ വലിയൊരു വെളിച്ചത്തിലേക്ക് ആർക്കും തിരിച്ചു വരാൻ കഴിയില്ല. പക്ഷെ വിജയ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന, പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റി ആകണമെങ്കിൽ നോക്കൂ ശ്രീ സിബി സത്യൻ, അവിടെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ വലിയ ഒരു അനുകമ്പ ഈ നടനിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. തൻ്റെ നേരിട്ടുള്ള ഇടപെടലല്ലാണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയമായി വേട്ടയാടാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു അനുകമ്പ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നോക്കൂ, എത്ര പക്വതയോടുകൂടിയാണ് DMK ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കൂ. ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേട്ടം അതിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢ നിശ്ചയത്തോടു കൂടിയാണ് DMK ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്, വിഷയം ഹാൻഡിൽ ചെയ്യുന്നത്. അറസ്റ്റ് എന്നതിലേക്ക് പോകുന്നില്ല. എന്തിന്, ഇങ്ങോട്ട് നേരിട്ട ആരോപണങ്ങൾക്ക് പോലും ആ രീതിയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകളാണ് DMK നടത്തിയിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡ് DMK എടുത്തതോടുകൂടി തന്നെ താങ്കൾ ഈ സൂചിപ്പിച്ച ഒരു സാധ്യത എന്നത് അവസാനിച്ചില്ലേ വിജയെ സംബന്ധിച്ച്? അങ്ങനെ പറയാൻ പറ്റില്ല. DMK എന്തുകൊണ്ടാണ് ആ സ്റ്റാൻഡ് എടുത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ഏതാനും ദശാബ്ദം പിന്നിലേക്ക് പോകണം. അന്ന് MGRന്റെ ശവമഞ്ച യാത്രയിൽ, അവസാനത്തെ അടക്കാൻ കൊണ്ടുവന്ന യാത്രയിൽ ആ വാഹനത്തിൽ നിന്നും തൊഴിച്ചിട്ട ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് ജയലളിത എന്നായിരുന്നു. അതിനുശേഷം തമിഴകത്തിന്റെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രമായി അവർ മാറുന്നത് അവിടുന്ന് ചവിട്ടി വീഴ്ത്തപ്പെട്ട അപമാനത്തിൽ നിന്നാണ്. അവിടുന്നാണ് അവർ എന്താ പറയുന്നത്, എൻ്റയർ സൗത്തിനെ പിടിച്ചടക്കുന്ന രാജ്ഞിയായിട്ട് മാറുന്നത്. അപ്പൊ ആ കഥ എന്തായാലും DMKക്ക് നല്ല ഓർമ്മയുണ്ടാവും. കാരണം ജയലളിതയുടെ ഈ തിരിച്ചുവരവിന്റെ ശക്തി അറിഞ്ഞ കൂട്ടരാണ് DMKക്കാർ. അപ്പം ഈ പറഞ്ഞ സ്റ്റാലിന്റെ പിതാവ് കരുണാനിധി ആയാലും
അതിനുശേഷം സ്റ്റാലിനായാലും ഒക്കെ ജയലളിതയുടെ അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു തിരിച്ചുവരവിന് എന്നുള്ളത് അവരിപ്പോഴും മറന്നിട്ടില്ല. അപ്പൊ അതുപോലെ സമാനമായ ഒരു അവസ്ഥ വിജയിന് ഒരുക്കി കൊടുക്കാൻ എന്തായാലും DMK നേതൃത്വം തയ്യാറാവില്ല. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അവർ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പൊ വളരെ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആവാതിരിക്കാനും ഇത് വിജയിനെ വളർന്നു വലുതാക്കാനുള്ള വിജയിനെ ഒരു രക്തസാക്ഷിയാക്കി ഒരു വടവൃക്ഷമാക്കി മാറ്റാതിരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. ഇനിയിപ്പോ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നുള്ളത്. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വിജയ് സമയമെടുത്തു എന്ന് നമ്മൾ നോക്കും. 3 ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് വളരെ കൃത്യമായിട്ട് കരുതൽ ഒരു മറുപടി പറഞ്ഞത്. കാരണം 3 ദിവസം എന്ന് പറയുന്ന ആദ്യത്തെ 1-2 ദിവസം വിജയ് പറയുന്ന ഏത് വാചകങ്ങളും അതിശക്തമായിട്ട് നേരിടപ്പെടുമായിരുന്നു. അപ്പൊ അതിനുശേഷം പക്ഷെ പുള്ളി 3-ാം ദിവസം ഈ രംഗങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം അത്യാവശ്യം എല്ലാവരും ഒന്ന് മയപ്പെട്ട ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒന്ന് റിയലൈസേഷനിലേക്ക് വന്ന ശേഷമാണ് പുള്ളി ആ ആദ്യത്തെ വീഡിയോ പുറത്തുവിടുന്നത്. ആ വീഡിയോ നമ്മൾ നോക്കി അറിയാം, വളരെ സിനിമാറ്റിക് ആയ വീഡിയോ ആണ്. വളരെ കൃത്യമായിട്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് ഓരോ വാക്കുകളും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ഓരോ വാക്കും ഓരോ ഗദ്ഗതവും ഈ പറഞ്ഞതുപോലെ വളരെ വളരെ സിനിമാറ്റിക് ആയിട്ട് ഒരുപക്ഷെ തന്റെ സിനിമയിൽ പോലും വിജയ് അത്ര വികാരം പരമായ ഇതിനു മുമ്പ് അനുഭവിച്ചു കാണില്ല. അത്ര ശക്തമായിട്ടുള്ള ഒരു ഭാഷയിലും വൈകാരികമായിട്ടുമാണ് പുള്ളി അവരെ എന്താ പറയുന്നത് അഭിസംബോധന ചെയ്തത്. അതിനുശേഷം അതിനകത്ത് തന്നെ പുള്ളി ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം എന്താ പറയുന്നത് ഒരു അട്ടിമറിയാണ്, അല്ലാതെ എന്റെ കുഴപ്പം കൊണ്ടല്ല ഈ സംഭവം, മറിച്ച് ഒരു അട്ടിമറി കൊണ്ടാണ് ഈ സംഭവം എന്ന് പറയാനുള്ള ഒരു സംഭവം പുള്ളി അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണിച്ചു. രണ്ടാമത്തത് പുള്ളി മറ്റൊരു സംഭവം നടത്തിയത് മറ്റുള്ളവരെ വെറുതെ വിടൂ, എന്നെ പിടിക്കൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ കൊല്ലൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അടുത്ത സാധനം ഇറക്കി. ഇനിയിപ്പോ നോക്കൂ, അടുത്തത് വീട്ടുകാരുടെ അരികിലേക്ക്, അതായത് ഈ മരിച്ചുപോയ മനുഷ്യരുടെ എല്ലാം വീടുകൾ താൻ സന്ദർശിക്കും, അവർക്ക് ഒരു വലിയ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി അവരുടെ എല്ലാം വീടുകൾ താൻ സന്ദർശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവരെ സമീപിച്ച സമയം നോക്ക്, ഏതാണ്ട് 9 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ വീഡിയോ കോളുകൾ വിളിക്കുകയാണ്. അല്ല അദ്ദേഹം നേരിട്ട് അവരെ ഫോൺ കോളിലോ അല്ലാതെയോ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂതന്മാരെ അയച്ചറിയിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം നേരിട്ട് ഓരോരുത്തരെയും വീഡിയോ കോൾ വിളിക്കുകയാണ്. അപ്പൊ വീഡിയോ കോൾ കുറച്ചുകൂടെ പ്രോക്സിമിറ്റി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് 9 ദിവസവും എവിടെയായാലും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആൾക്കാർ ഇത്തരം നഷ്ടങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടേക്ക് തന്റെ മകനോ മകളോ മരിച്ച ഒരു പിതാവിനെയോ മാതാവിനെയോ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ലെങ്കിലും ഈ ചില സന്ദർഭങ്ങൾ നമുക്ക് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഈ മകനോ മകളോ മരിച്ചെങ്കിലും അതിന്റെ പ്രിയപ്പെട്ട താരം നേരിട്ട് അച്ഛനെ വിളിച്ച് ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഒരു കൺസലേഷനാണ്. അപ്പൊ ആ ഒരു ഏരിയ വളരെ കൃത്യമായിട്ട് അടുത്ത തിരക്കഥയുടെ ഭാഗമായിട്ട് വിജയ് നടപ്പിലാക്കുകയാണ്. ഇതൊരു നിസ്സാരപ്പെട്ട കളിയല്ല. ഇതെന്ന് പറയുന്നത് ഒരു കൂട്ടർ ഈ സെന്റിമെന്റ്സ് ഒരു കാരണവശാലും കൈവിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ആ സെന്റിമെന്റ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എന്തായാലും വിജയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിക്ക് ശേഷം ഉള്ള തിരിച്ചുവരവാണ്. അത് സ്വന്തം നിലയിലാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചന്ദ്രകാന്ത്, BJP